നമസ്കാരം. 148 ദിവസം ദേശീയ മാധ്യമങ്ങളടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലൂടെ കടന്നു പോവുകയാണ്. നേരത്തെ അനൗൺസ് ചെയ്ത ഒരു പദ്ധതിയാണ് ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അവരുടെ എനർജി ഗ്രൂപ്പിൽ, എനർജി പേജിൽ അത് വലിയ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട്. റിന്യൂ എന്ന് പറയുന്ന കമ്പനി റിന്യൂ മൾസ് 26,400 crore ഗ്രീൻ ഹൈഡ്രജൻ പ്രൊജക്റ്റ്. ദ പ്രപ്പോസ്ഡ് പ്രൊജക്റ്റ് നിയർ ദി വിഴിഞ്ഞം പോർട്ട് aims to make the produced green hydrogen suitable for export. ദേശീയ തലത്തിൽ ഇപ്പോൾ വിഴിഞ്ഞവും തിരുവനന്തപുരവും ഒക്കെ വലിയ പ്രാധാന്യം കൈവന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. മിക്കവാറും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു വാർത്തയിൽ വിഴിഞ്ഞവും തിരുവനന്തപുരവും പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇത് ഹൈഡ്രജൻ കയറ്റുമതിയാണ്. പുതിയ ഫ്യൂവലുകളുടെ കൂട്ടത്തിൽ മെത്തനോൾ, അമോണിയ, ഹൈഡ്രജൻ എന്നിങ്ങനെയുള്ള ഫ്യൂവലുകൾ മത്സരിക്കുമ്പോൾ ഹൈഡ്രജൻ്റെ സാധ്യതയാണ് റിന്യൂ എന്ന് പറയുന്ന കമ്പനി പരിശോധിക്കുകയും അതിനുവേണ്ടിയുള്ള വൻ നിക്ഷേപമാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുറേയൊക്കെ പ്രാധാന്യം അതിനുണ്ട്, കൈവന്നു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് കരുതാം. രണ്ടാമത്തത് മലയാള മാധ്യമമാണ്. ISROയുടെ വിവിധ കേന്ദ്രങ്ങൾ, തുറമുഖം, വിമാനത്താവളം എന്നിവയുള്ളതിനാൽ എയറോസ്പേസ് കൺട്രോൾ സിസ്റ്റം സെൻറ്ററിന് വലിയ മാനങ്ങളാകും ഉണ്ടാവുകയെന്നും വിലയിരുത്തുന്നു. ഇത് എയറോസ്പേസ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വാർത്തയുടെ ഏറ്റവും അവസാന വരികളിലൊന്നാണ്. തിരുവനന്തപുരം ഇതിന് ഏറ്റവും അനുയോജ്യമാണ്. കയറ്റുമതിക്ക് വലിയ സാധ്യതയുണ്ട്. ഇലോൺ മസ്കിനെ പോലുള്ള സ്പേസ് കമ്പനി ഉടമ വലിയ തോതിലുള്ള സാറ്റലൈറ്റുകളുടെ വിക്ഷേപണം വ്യാവസായിക അടിസ്ഥാനത്തിൽ വേണ്ടിവരും എന്നുള്ളതാണ് ആഗോളതലത്തിലുള്ള പ്രവചനം. അങ്ങനെ സ്വകാര്യ മേഖല വലിയ തോതിൽ വിക്ഷേപണ രംഗത്ത് കടന്നു വരുമ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ISROയുടെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന നഗരത്തിന്, ബാംഗ്ലൂരിന്, ഇന്ത്യക്ക് വലിയ തോതിലുള്ള വിക്ഷേപണ സാധ്യതയാണ് കൈവരുന്നത്. ഇത് കയറ്റുമതിക്കും വലിയ സാധ്യത വരുന്നു. തുറമുഖത്തിൻ്റെ സാന്നിധ്യം തിരുവനന്തപുരം നഗരത്തിന് വലിയ തോതിലുള്ള സാധ്യത തീർച്ചയായും നൽകും. മൂന്നാമത്തത് ഡയറക്റ്റ് പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. കേരളാസ് വിഴിഞ്ഞ പോർട്ട് മേക്സ് ഇന്ത്യാസ് എൻട്രി ഇൻ ടു ദ ട്രാൻസ്ഷിപ്മെൻറ്റ് ക്ലബ്. ഇക്കണോമിക് ടൈംസ് ആണ് പറയുന്നത്. 30 വർഷമായി നമ്മൾ പറയുന്ന കാര്യം അവർക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. എൻട്രി ഇൻ ടു ദ ട്രാൻസ്ഷിപ്മെൻറ്റ് ക്ലബ്, വെർ കാർഗോ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബിഗ് ഷിപ്പ് ടു മൾട്ടിപ്പിൾ സ്മോളർ വൺസ്. ദ മേജർ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്സ് ആർ ദി പോർട്സ് ഓഫ് സിംഗപ്പൂർ, ഷാങ്ഹായ്, ബുസാൻ ആൻഡ് ജബലലി നിയർ ദുബായ്, and this reduces India's dependence on them. ഇപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ എഴുതാൻ കഴിയുന്നതിൽ അവരോട് നന്ദിയുണ്ട്. നമുക്ക് വൈകിയത് കൊണ്ട് പരിഭവങ്ങളൊന്നുമില്ല. ഇനിയും വൈകാതിരിക്കുന്നതാണ് നല്ലത്. ഇത്തരം സത്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ തുറന്നു തന്നെ ഇനിയും എഴുതണം. ഇതിനുമപ്പുറമാണ് അവർ പറയുന്ന ഇനിയുള്ള കണക്കുകൾ. ഫോർ ഇൻസ്റ്റൻസ്, linkage to the Mundra port in Gujarat enabled development of various export-oriented sectors, transforming Kutch region into a blooming economic zone, housing over 4,200 enterprises that contribute 4% to India's total exports. ഗുജറാത്തിൽ ഈ പോർട്ട്, മുണ്ട്ര പോർട്ട് അടക്കം കണ്ട്ല പോർട്ട് അടക്കമുള്ള പോർട്ടുകൾ എത്രത്തോളം കയറ്റുമതി യൂണിറ്റുകളുടെ വർധനവിന് കാരണമായി എന്നുള്ളതാണ് ഈ കണക്ക് വ്യക്തമാക്കുന്നത്. 4,200 യൂണിറ്റുകൾ അവിടെയുണ്ട്. കയറ്റുമതിയുടെ ഏകദേശം 4% അവിടെ നിന്ന് മാത്രമാണ് വരുന്നത്. സിമിലർലി ജവഹർലാൽ നെഹ്റു പോർട്ട് കണക്ടിവിറ്റി ടച്ചസ് ഓവർ 500 പ്രൊഡക്ഷൻ ക്ലസ്റ്റേഴ്സ്, അക്കൗണ്ടിങ് ഫോർ 35% ഓഫ് ഇന്ത്യസ് കണ്ടെയ്നറൈസ്ഡ് എക്സിംഗ് ട്രേഡ് വോളിയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട്, എക്സ്പോർട്ട് ഏറ്റവും കൂടുതൽ നടത്തുന്ന പൊതുമേഖലാ പോർട്ട് എന്നുള്ള നിലയ്ക്ക് JNPT ഏകദേശം 500 യൂണിറ്റുകളെയാണ്, പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിനെയാണ് കണക്ടിവിറ്റി നൽകുന്നത്. അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങൾ, ഈ രണ്ട് പോർട്ടുകളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി ഭാവിയുടെ ഒരു കണക്കാണ് ഇക്കണോമിക് ടൈംസ് പറയുന്നത്. വിത്ത് ആൻ എംഫസിസ് ഓൺ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ്, എക്സ്പേർട്സ് എൻവിഷൻ India's port sector to attract over 2 lakh crore worth of investments under PPP mode by 2030. കേവലം 6 വർഷത്തിനകം 2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം
പോർട്ടുമായി ബന്ധപ്പെട്ട്, ഇന്ത്യയിലെ പോർട്ടുകളുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലകളിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ മേഖലയിലെ വിദഗ്ധർ കണക്ക് കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലേറ്റവും കൂടുതൽ വരേണ്ടത് വിഴിഞ്ഞത്തിന് ചുറ്റുമാണ്. വിഴിഞ്ഞത്തിന് ചുറ്റുമെന്ന് പറയുമ്പോൾ അതിൻ്റെ റേഡിയസ് എത്രത്തോളം വിപുലമാകുന്നു അത്രത്തോളം ആ സാധ്യത കൂടുകയാണ്. ഈ 3 റിപ്പോർട്ടുകളിലൂടെ വിഴിഞ്ഞം പ്രോജക്റ്റും തിരുവനന്തപുരവും ഇനി എങ്ങോട്ടാണ് സഞ്ചരിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു സൂചന നമുക്ക് നൽകുന്നുണ്ട്. വിഴിഞ്ഞം പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ട്രയൽ മെയ് മാസത്തിൽ നടക്കാൻ പോകുമ്പോൾ വളരെ ദ്രുതഗതിയിൽ തന്നെ മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുകയാണ്. ഒരു KSEBയുടെ 110 kV അണ്ടർഗ്രൗണ്ട് കേബിൾ കൊച്ചുവേളി സബ്സ്റ്റേഷനിൽ നിന്നും വിഴിഞ്ഞത്തോട്ട് പോവുകയാണ്. അണ്ടർഗ്രൗണ്ടിലൂടെയാണ് കൊണ്ടുപോകുന്നത്. എയർപോർട്ട് ഭാഗത്ത് വളരെ ധൃതി പണികൾ പുരോഗമിക്കുന്നുണ്ട്. ട്രാവൻകൂർ ലൈൻസ് പാക്കേജ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. നേരത്തെ 220 kV ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ലൈനിൽ തകരാറ് വന്നാൽ മറ്റേ ലൈൻ കൊണ്ട് സപ്ലൈ കണ്ടിന്യൂ ചെയ്യാൻ, തടസ്സമില്ലാതെ നൽകുവാനുള്ള ബദൽ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ വേഗതയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് അഡീഷണലായിട്ട് ഇപ്പോൾ നൽകുന്ന അണ്ടർഗ്രൗണ്ട് പാത. മെയ് മാസത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓരോ ദിവസവും കുറേ അധികം പേർ പോർട്ടിൽ തൊഴിൽ ലഭിക്കുമോ, ജോലി ലഭിക്കുമോ എന്ന് അന്വേഷിച്ച് വിളിക്കാറുണ്ട്. പോർട്ടിൽ ആവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരെയാണ്. അവരുടെ പരസ്യങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. നിശ്ചിത കാലയളവ്, നിശ്ചിത മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് കമ്പനി എടുക്കുന്നത്. അത്തരം എക്സ്പീരിയൻസ് കിട്ടാൻ ഒരു മാർഗമുണ്ട്. തൊട്ടടുത്തുള്ള കൊച്ചി, തൂത്തുക്കുടി, ചെന്നൈ പോലുള്ള ഏതെങ്കിലും പോർട്ടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു തൊഴിൽ നേടാൻ കഴിഞ്ഞാൽ, ഒരു പരിശീലനം നേടിക്കഴിഞ്ഞാൽ വിഴിഞ്ഞത്ത് അദാനിയിൽ ഒരു ജോലി ലഭിക്കുക താരതമ്യേന എളുപ്പമാണ്. അങ്ങനെ ഒരു അവസരം ചെന്നൈ പോർട്ടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ സ്റ്റാഫ് നീഡ് നിയർ എയർപോർട്ട് നമ്പർ CFS കാട്ടുപള്ളി പോർട്ട്. പ്രിഫറബിൾ ഫ്രഷർ വിത്ത് +2 ക്വാളിഫിക്കേഷൻസ്. CHA സീനിയേഴ്സ് റെഫറൻസ് ഈസ് മസ്റ്റ്. CHA എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് ഹൗസ് ഏജൻറ്റ്, ഇൻഡസ്ട്രിയിലെ മുതിർന്ന പരിചയമുള്ള ഒരു CHAയുടെ റെക്കമെൻഡേഷനുള്ള ആളുകളായിരിക്കണം ഫ്രഷ് ഹാൻഡ്സ് ആയിട്ട് വരുന്നത്. ഇങ്ങനെയാണ് ആ പരസ്യം. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ 9847124633 മെസ്സേജ് ചെയ്യുക, വാട്സാപ്പ് ചെയ്യുക. വിളിക്കരുത്, ദയവ് ചെയ്ത്. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.